ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വാർത്തകൾ. കേരള PSC റീചെക്കിംഗ് ഓഫ് ആൻസർ ടെസ്റ്റ്. നിലവിലുള്ള നടപടിക്രമമനുസരിച്ച് ഉത്തരക്കടലാസിൻ്റെ പുനർമൂല്യനിർണ്ണയം അനുവദനീയമല്ല. എന്നാൽ ഉദ്യോഗാർത്ഥികൾക്ക് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralapsc.gov.in വഴി തങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ ഉപയോഗിച്ച് 85 രൂപ ഫീസ് പേയ്മെൻറ്റ് വഴി അടച്ച് ഉത്തരക്കടലാസുകൾ റീചെക്ക് ചെയ്യാൻ സാധിക്കും. മറ്റ് ഏത് രീതിയിലും സമർപ്പിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കപ്പെടില്ല. റാങ്ക് ലിസ്റ്റ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന തീയതിയിൽ നിന്ന് ആരംഭിച്ച് 15 ദിവസത്തേക്ക് അപേക്ഷിക്കുവാനുള്ള അവസരം ഉണ്ടായിരിക്കും. റാങ്ക് ലിസ്റ്റ് അംഗീകരിച്ചതിനു ശേഷം ഉദ്യോഗാർത്ഥികൾക്ക് ഒരിക്കൽ മാത്രം ഈ അവസരം ലഭിക്കുകയുള്ളൂ. ഏതെങ്കിലും പോരായ്മ കാരണം അസാധുവാക്കിയ ഉത്തരക്കടലാസുകൾ റീചെക്ക് ചെയ്യപ്പെടുകയില്ല. ഉദാഹരണത്തിന്, ബാർകോഡ് കട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായ ഉത്തരക്കടലാസ് റീചെക്ക് ചെയ്യപ്പെടുകയില്ല. ഒരു പ്രാവശ്യം അടച്ച ഫീസ് തിരികെ നൽകുന്നതല്ല. ഇമെയിൽ, തപാൽ, വ്യക്തിപരമായി സമർപ്പിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കപ്പെടില്ല. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട OMR ഉത്തരക്കടലാസുകളുടെ ഭാഗം A and ഭാഗം B ഫോട്ടോ കോപ്പി ലഭ്യമാക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ www.keralapsc.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും തങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ മുഖേന ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കുകയും പോർട്ടലിൽ ലഭ്യമായ പേയ്മെൻറ്റ് മാർഗം ഉപയോഗിച്ച് 335 രൂപ ഫീസ് അടയ്ക്കുകയും ചെയ്യേണ്ടതാണ്. കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ റാങ്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യുന്ന തീയതിയിൽ നിന്ന് ആരംഭിച്ച് 15 ദിവസം വരെ അപേക്ഷ സമർപ്പിക്കാം. ഒരു ഉദ്യോഗാർത്ഥിക്ക് OMR ഉത്തരക്കടലാസുകളുടെ ഒരു കോപ്പി മാത്രം നൽകുന്നതായിരിക്കും. ഏത് പോരായ്മയാലും അസാധുവാക്കിയ OMR ഉത്തരക്കടലാസുകളുടെ കോപ്പികൾ നൽകുന്നതല്ല. ഇമെയിൽ, തപാൽ, വ്യക്തിപരമായി സമർപ്പിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കപ്പെടുകയില്ല. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.